Find the power and size of the test if x greater than or equal to 0.8 is the critical region for testing h0 theta is equal to 2 against h1 theta is equal to 1 based on a single observation from the population with PDF fx theta is equal to 1 by theta 0 less than or equal to x less than or equal to theta. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ റീജിയൻ തന്നിട്ടുണ്ട്. ക്രിട്ടിക്കൽ റീജിയൻ ഇസ് ഗിവൺ ആസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.8. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് എച്ച് നോട്ട് ഈസ് തീറ്റ ഇസ് ഈക്വൽ ടു 2 എന്നാണ് എച്ച് നോട്ട് പറയുന്നത്. ആൻഡ് എച്ച് വൺ പറയുന്നത് വെൻ എച്ച് വൺ ഇസ് ട്രൂ തീറ്റ വൺ വിൽ ബി തീറ്റ ഇസ് ഈക്വൽ ടു 1. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പവർ ഓഫ് ദ ടെസ്റ്റ് ആണ്. അപ്പോൾ പവർ ഇസ് ഈക്വൽ ടു probability of, actually it's a correct decision, it's a probability of correct decision. അപ്പോൾ ഇവിടെ നമുക്ക് probability of rejecting h0 when h0 is h1 is true. ഇതിനെ നമുക്ക് പവർ ഓഫ് ദ ടെസ്റ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ പവർ ഓഫ് ദ ടെസ്റ്റ് ക്യാൻ ബി റിട്ടേൺ ഇൻ ടേംസ് ഓഫ് ക്രിട്ടിക്കൽ റീജിയൻ. അതായത് പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് h0 എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.8. അതായത് ക്രിട്ടിക്കൽ റീജിയനിൽ വരുമ്പോഴാണ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത് h0നെ. ഗിവൺ h1 ഇസ് ട്രൂ. h1 ട്രൂ ആവുമ്പോൾ പറ്റുന്നത് എന്താണ്? തീറ്റയുടെ വാല്യൂ 1 എന്ന് നമുക്ക് എടുക്കും. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ എക്സിൻ്റെ PDF അറിയാം. എഫ് ഓഫ് എക്സ് ഇസ് ഗിവൺ ആസ് 1 by theta if 0 less than or equal to x less than or equal to theta. Probability of x greater than or equal to 0.8 കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ എഫ് ഓഫ് എക്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. PDF എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഏത് റേഞ്ചിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.8 വരണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0.8നെക്കാട്ടും കൂടുക എന്ന് പറഞ്ഞാൽ റേഞ്ച് എന്താണ്? 0.8 മുതൽ തീറ്റ വരെ അതിൻ്റെ റേഞ്ച് പോകണം. പക്ഷെ നമുക്ക് അറിയാം h1 ട്രൂ ആവുമ്പോൾ തീറ്റ 1 എന്നുള്ള വാല്യൂ എടുക്കണം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ 0.8 ടു തീറ്റ ഈസ് 1 ഹിയർ. തീറ്റ ഈസ് 1. എഫ് ഓഫ് എക്സ് ഇസ് 1 by തീറ്റയാണ്. 1 by തീറ്റയാണ്. അപ്പോൾ ഈ കേസിൽ 1 by 1, അതായത് 1 ആണ് എഫ് ഓഫ് എക്സ്. 1 dx എന്ന് വരുന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ബിറ്റ്വീൻ ലിമിറ്റ്സ് 0.8 and 1, or this is equal to എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു 1 മൈനസ് ലോവർ ലിമിറ്റ് 0.8. Therefore this is equal to 0.2. Power of the test is 0.2. അടുത്ത ക്വസ്റ്റ്യൻ. The difference in scores obtained by 2 players in 11 games are as follows: 17, minus 10, minus 10, minus 8, minus 14, minus 16, minus 6, minus 1, minus 2, 9, 2. Use paired t-test to test whether the performance of 2 players are same on their average scores at 5% level of significance. അപ്പോൾ ഇവിടെ നമുക്ക് 2 പ്ലെയേഴ്സിൻ്റെ ഡിഫറൻസ് ഓഫ് സ്കോറുകളാണ് തന്നിരിക്കുന്നത് അല്ലേ, ഇൻ 11 ഗെയിംസ്. ഇപ്പോൾ നമുക്ക് ഇവിടെ പെയർഡ് ടി ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് നടത്തേണ്ടത്. നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് പെർഫോമൻസ് ഓഫ് ദ 2 പ്ലെയേഴ്സ് ആർ ദ സെയിം ഓർ നോട്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു ടെസ്റ്റ് നടത്തുമ്പോൾ ആദ്യം നമ്മൾ അത് എഴുതേണ്ടത് നൾ ഹൈപ്പോത്തസിസ് ആണ്. ഹിയർ വി ഹാവ് ടു ടെസ്റ്റ്, ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് h0 ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. h0 എന്താ പറയുന്നത്? തീറ്റ ഇസ് ഈക്വൽ ടു മ്യൂ ഇസ് ഈക്വൽ ടു 0. ഇവിടെ മ്യൂ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദർ ഈസ് നോ ഡിഫറൻസ്, അതായത് ദ പെർഫോമൻസ് ആർ സെയിം പെർഫോമൻസ് എന്നാണ് നമ്മളിവിടെ h0 പറയുന്നത്. പെർഫോമൻസ് ഇസ് ദ സെയിം എഗെയിൻസ്റ്റ് h1 മ്യൂ ഈസ് നോട്ട് ഈക്വൽ ടു 0, അതായത് പെർഫോമൻസ് ഇസ് ഡിഫറെൻ്റ് ആണ് പെർഫോമൻസ് എന്നാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് പറഞ്ഞു തരുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ പെയർഡ് ടി ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 5% ലെവലാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഫിക്സ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു 5% ഓർ 0.05 ആണ് നമ്മളെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ്. അപ്പം പെയർഡ് ടി ടെസ്റ്റ് വരുമ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് T is equal to D bar
divided by SD divided by root of n minus 1. ഇതാണ് അതിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ദിസ് ഫോളോസ് എ ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n minus 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടെ ഡി ബാർ എന്ന് പറയുന്നത് ഡിഫറൻസുകൾ, നമുക്ക് ക്വസ്റ്റ്യനിൽ ഡിഫറൻസ് ഓഫ് ദിസ് കോഴ്സാണ് തന്നിരിക്കുന്നത്, അതിൻ്റെ ആവറേജ് വാല്യൂ ആണ്. എസ് ഡി എന്ന് പറഞ്ഞാൽ ഡിഫറൻസുകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. എൻ ഇസ് ദ നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ. ഇവിടെ 11 ഗെയിംസ് എത്തിയാണ്, അപ്പോൾ 11 വാല്യൂസാണ് എൻ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് ഡി ബാർ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യണം, എസ് ഡി എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഡി ഐ വാല്യൂസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി ബാർ ആണ്. അപ്പോൾ ഡി ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഡി ഐ ബൈ എൻ. ഡി ഐകൾ ആഡ് ചെയ്യുക, എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡി ഐകളെയെല്ലാം നമ്മൾ ആഡ് ചെയ്യുമ്പം നമുക്ക് വരാൻ പോകുന്ന ആൻസർ -73 എന്നാണ് വരുന്നത്. ഡിവൈഡഡ് ബൈ എൻ, എൻ ഇസ് ഈക്വൽ ടു 11 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -6.64. ഇനി നമുക്ക് കാണേണ്ടത് എസ് ഡി ആണ്. അപ്പോൾ എസ് ഡി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ എസ് ഡി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമുല ഡി ഐകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കാണേണ്ടത്, സമ്മേഷൻ ഡി ഐ സ്ക്വയർ ബൈ എൻ മൈനസ് ഡി ബാർ സ്ക്വയർ. ഈ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡി ഐ സ്ക്വയർ ഇവിടെ എഴുതി വെക്കണം. എല്ലാ ഡി ഐകളെയും സ്ക്വയർ ചെയ്യുക. 289, 100, 100, 64, 196, 256, 36, 1, 4, 81 and 4. സമ്മേഷൻ ഡി ഐ സ്ക്വയർ, ഡി ഐ സ്ക്വയർ എല്ലാം ആഡ് ചെയ്യുമ്പം നമുക്ക് വരാൻ പോകുന്ന വാല്യൂ ഇസ് 1131. ദിസ് ഇസ് സമ്മേഷൻ ഡി ഐ സ്ക്വയർ. അപ്പം നമുക്കതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1131 ഡിവൈഡഡ് ബൈ എൻ, എൻ ഇസ് 11 മൈനസ് ഡി ബാർ സ്ക്വയർ, ഇറ്റ് ഇസ് മൈനസ് ഓഫ് 6.64 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ദിസ് ഇസ് റൂട്ട് ഓഫ് 58.72 വിച്ച് ഇസ് ഈക്വൽ ടു 7.66. ഇതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത്. ഇനി നമുക്ക് ടി കാൽക്കുലേറ്റ് ചെയ്യാം. ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടി ഇസ് ഈക്വൽ ടു നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഡി ബാർ ഡിവൈഡഡ് ബൈ എസ് ഡി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ മൈനസ് 1, ദറ്റ് ഇസ് ഈക്വൽ ടു -6.64 divided by 7.66 divided by root of 11 minus 1. അപ്പം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -2.74 ആണ്. ഇതാണ് നമ്മളെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ആണ്. അപ്പോൾ ഈ ടി ടെസ്റ്റിനുള്ള ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഇസ് മോഡുലസ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ 2 എന്നാണ്. ഇവിടെ ടി ആൽഫ ബൈ 2 എന്ന് പറയുന്നത് ടേബിൾ വാല്യൂ സ്റ്റുഡൻസ് ടി ടേബിളിൽ നമ്മൾ നോക്കണം. നമ്മൾ നോക്കേണ്ടത് 2 ടേൽഡ് ടേബിൾസിലാണ് നോക്കേണ്ടത്. 2 ടേൽഡ് ടി ടേബിൾസിൽ നമ്മൾ നോക്കേണ്ടത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫയിലും 0.05ലും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1, അതായത് 10ലും നമ്മൾ നോക്കണം. അപ്പോൾ n 10ലും 2 ടേൽഡിൽ 0.05ലും നോക്കുമ്പോൾ കിട്ടുന്ന ടേബിൾ നോക്കി നമുക്ക് എന്താണ് ടേബിൾ വാല്യൂ വരുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടി ടേബിൾസ് നോക്കുകയാണ്. ടി ടേബിളിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 10 ആണ് ആൻഡ് 2 ടേൽഡിൽ 0.05 വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ടേബിൾ വാല്യൂ 2.228 ആണ്. അപ്പോൾ നമ്മുടെ ടേബിൾ വാല്യൂ എന്താണ്? 2.228. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ മോഡുലസ് ഓഫ് ടി, അതായത് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ മോഡുലസ് വാല്യൂ മോഡുലസ് ഓഫ് 2.74, ദറ്റ് ഈസ് 2 + 2.74, ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്മളെ ടേബിൾ വാല്യൂ. ടേബിൾ വാല്യൂ ഇസ് 2.228. അതായത് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ എന്താണ്? നമ്മളെ ടേബിൾ വാല്യൂവിനെക്കാട്ടും ലാർജാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? വി വിൽ റിജക്റ്റ് H0. അതായത് H0 നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് പെർഫോമൻസ് ഓഫ് ദി 2 പ്ലെയേഴ്സ് ആർ ഡിഫറെൻറ്റ് എന്ന് പറയുന്ന കൺക്ലൂഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഓഫ് വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ്.
ഇപ്പോൾ ഈ വിൽകോക്സൺസ് അയൺ റാങ്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. നമ്മൾ പെയേർഡ് ടി ടെസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പാരാമെട്രിക് ടെസ്റ്റിൽ വരുന്നതാണ് നമ്മൾ കണ്ട പെയേർഡ് ടി ടെസ്റ്റ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നോൺ പാരാമെട്രിക് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ് വിൽകോക്സൺസ് സൈൻ റാങ്ക് ടെസ്റ്റ്. അതായത് നോർമാലിറ്റി അസംഷൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ് H0. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു പോപ്പുലേഷൻസ്. രണ്ട് പോപ്പുലേഷൻസ് ഐഡൻറ്റിക്കൽ ആണ് എന്നാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. എഗെയിൻസ്റ്റ് ദ ആൾട്ടർനേറ്റീവ് ദേ ആർ ഡിഫറെൻറ്റ്, അല്ലെങ്കിൽ ദർ ഇസ് ഡിഫറൻസ്. അപ്പം ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് പെയർ ഓഫ് വാല്യൂസ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ 2 പെയേഴ്സ് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ഡിഫറൻസ് കാണും. ഡിഫറൻസ് കണ്ടിട്ട് assign ranks to the differences from smallest to the largest values without regard to the signs. ആ ഡിഫറൻസുകളിൽ പ്ലസ് വാല്യൂസും മൈനസ് വാല്യൂസും ഒക്കെ ഉണ്ടാവും, പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് ഒക്കെ ഉണ്ടാവും. അതിൻ്റെ സൈനുകൾ കൺസിഡർ ചെയ്യാതെ അതിൻ്റെ വാല്യൂസ് മാത്രം, മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ദി വാല്യൂസ് മാത്രം നോക്കുക. എന്നിട്ട് സ്മോളസ്റ്റിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുക, സെക്കൻഡ് സ്മോളസ്റ്റിന് സെക്കൻഡ്, അങ്ങനെ സ്മോളസ്റ്റ് ടു ഹയസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം റാങ്കുകൾ കൊടുക്കും. റാങ്കുകൾ കൊടുത്ത ശേഷം പുട്ട് ദ ആക്ച്വൽ സൈൻസ് ഓഫ് ഈച്ച് ഡിഫറൻസ് ടു ദ കറസ്പോണ്ടിങ് റാങ്ക്സ്. ആ റാങ്കുകൾക്ക് നമുക്ക് ഓൾറെഡി നമ്മൾ ആ സൈനുകൾ കൺസിഡർ ചെയ്തില്ല, ആ സൈനുകൾ കൂടി റാങ്കുകൾ കിട്ടുകൊടുക്കും. അതുകൊണ്ടാണ് ഈ ടെസ്റ്റിനെ സൈൻഡ് റാങ്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂസ് കണ്ടു, അവരുടെ സൈനുകൾ കൺസിഡർ ചെയ്യാതെ അവർക്ക് എന്ത് ചെയ്തു? റാങ്കുകൾ കൊടുത്തു. റാങ്ക് കൊടുത്ത ശേഷം ആ റാങ്കിനാണ് നമ്മൾ സൈൻ ഇട്ട് കൊടുക്കുന്നത്. Then find the sum of the positive ranks and sum of the negative ranks. അപ്പോൾ റാങ്കുകൾ കുറേണത്തിന് പോസിറ്റീവ് സൈൻ ഉണ്ട്, കുറേണത്തിന് നെഗറ്റീവ് ഉണ്ട്. അവരുടെ സമ്മ് കണ്ടുപിടിക്കുക. ദ സ്മോളർ ഓഫ് ദ 2 sums ഇസ് ടേക്കൺ ആസ് എ സ്റ്റാറ്റിസ്റ്റിക് ടി. അപ്പോൾ പോസിറ്റീവ് റാങ്ക്സ് ആണോ ചെറുതെങ്കിൽ പോസിറ്റീവ് റാങ്കുകളുടെ സമ്മാണ് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്, അല്ലെങ്കിൽ നെഗറ്റീവ് റാങ്കുകളുടെ സമ്മാണ് ചെറുതെങ്കിൽ അതാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് ടി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഫോർ സ്മോൾ സാമ്പിൾസ്, ദറ്റ് ഇസ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25, ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇസ് ടി. If the calculated value of t is less than the table value from Wilcoxon's sign rank test tables, reject H0, otherwise accept. അപ്പോൾ ടേബിൾ വാല്യൂവിനെക്കാട്ടും കുറവാണ് നമ്മളുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. നമ്മളിവിടെ നോക്കേണ്ട ടേബിൾ വിൽകോക്സൺസ് സൈൻ റാങ്ക് ടെസ്റ്റ് ടേബിളാണ്. ഇനിയിപ്പോൾ സാമ്പിൾ സൈസ് ലാർജ് ആണെങ്കിൽ, ഇഫ് n is greater than 25, the test statistic is given by set. അതായത് ഒരു നോർമൽ സ്റ്റാറ്റിസ്റ്റിക് ആണ്, സ്റ്റാൻഡേർഡ് നോർമൽ സ്റ്റാറ്റിസ്റ്റിക് ആണ്, വിച്ച് ഇസ് ടി മൈനസ് മ്യൂ ടി ഡിവൈഡഡ് ബൈ സിഗ്മ ടി, വിച്ച് ഫോളോസ് n01, where mu t is equal to n into n plus 1 divided by 4 and sigma t is equal to root of n into n plus 1 into 2n plus 1 divided by 24. The best critical region is z less than minus z alpha. Calculate the value of z, and if it lies in the critical region, reject H0, otherwise accept it. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ കൺട്രോൾ ചാർട്ട് CL, LCL ആൻഡ് UCL. ഇപ്പോൾ കൺട്രോൾ ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിൽ പ്രോസസ് കൺട്രോൾ ഉപയോഗിക്കുന്ന, പ്രോസസ് കൺട്രോളിലത്തെ വേരിയേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് കൺട്രോൾ ചാർട്ട്. അപ്പോൾ കൺട്രോൾ ചാർട്ട് ആർ ഗ്രാഫിക് ഡിവൈസസ് ഫോർ ഡിറ്റക്റ്റിംഗ് ദ വേരിയേഷൻസ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് ഡിറ്റർമിനിങ് ദ പെർമിസിബിൾ ലിമിറ്റ്സ് ഓഫ് വേരിയേഷൻസ്. The technique of control charts are pioneered by W.A. Shewhart. 2 types of control charts are. 2 തരത്തിലുള്ള കൺട്രോൾ ചാർട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. കൺട്രോൾ ചാർട്ട്സ് ഫോർ വേരിയബിൾസ്, ദേ ആർ എക്സ് ബാർ ചാർട്ട് അല്ലെങ്കിൽ മീൻ ചാർട്ട് എന്ന് പറയും, ആൻഡ് ആർ ചാർട്ട് ഓർ റേഞ്ച് ചാർട്ട്. ആൻഡ് ദ സെക്കൻഡ് ടൈപ്പ് ഇസ് കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സ്, അതായത് പി ചാർട്ട്, NP ചാർട്ട് ആൻഡ് C ചാർട്ട്. ഇത് കൺട്രോൾ ചാർട്ട് ഫോർ ഫ്രാക്ഷൻ ഡിഫക്റ്റീവ്സ് ആണ് പി ചാർട്ട്, കൺട്രോൾ ചാർട്ട് ഫോർ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ആണ് NP ചാർട്ട്, കൺട്രോൾ ചാർട്ട് ഫോർ നമ്പർ ഓഫ് ഡിഫക്ട്സ് അതാണ് C ചാർട്ട്. ഇനി കൺട്രോൾ ചാർട്ട് കൺസിസ്റ്റ് ഓഫ് 3 ഹൊറിസോണ്ടൽ ലൈൻസ്.
One is CL, that is central line. CL എന്ന് പറയുന്നത് central line ആണ്, which indicates the desired standard level of the process. And upper control limit UCL indicates the upper limit of tolerance. എത്ര ഹയർ ലെവലിൽ എത്ര വാല്യൂ വരെ നമ്മൾ ടോളറേറ്റ് ചെയ്യും അതിനെയാണ് നമ്മൾ UCL കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ലോവർ കൺട്രോൾ ലിമിറ്റ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ലോവർ ലിമിറ്റ് ഓഫ് ടോളറൻസ്. എത്ര വാല്യൂ വരെ ലോവർ ലിമിറ്റിൽ എത്ര വാല്യൂ വരെ നമ്മൾ ടോളറേറ്റ് ചെയ്യും അതാണ് ലോവർ കൺട്രോൾ ലിമിറ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾ അടുത്തതായി നോക്കുന്നത് കൺസ്ട്രക്റ്റിംഗ് എ കൺട്രോൾ ചാർട്ട്. എങ്ങനെയാണ് ഒരു കൺട്രോൾ ചാർട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഫോർ കൺസ്ട്രക്റ്റിംഗ് എ കൺട്രോൾ ചാർട്ട് വി വിൽ ഹാവ് ടു സെലക്ട് മൾട്ടിപ്പിൾ സാമ്പിൾസ് ഓഫ് ഡാറ്റ വാല്യൂസ് ഫ്രം ദ ഔട്ട്പുട്ട് ഓഫ് എ പ്രോസസ് ആൻഡ് കാൽക്കുലേറ്റ് ആൻ അപ്രോപ്രിയേറ്റ് സ്റ്റാറ്റിസ്റ്റിക് ടി. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സ് ബാർ ചാർട്ട് ആണെച്ചാൽ നമ്മൾ എക്സ് ബാർ എന്ന് പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്യും. ആർ ചാർട്ട് ആണെച്ചാൽ ആറ്, മറ്റേ പി ചാർട്ട് ആണെച്ചാൽ ഫ്രാക്ഷൻ ഡിഫക്റ്റീവ്സ്, എൻ പി ചാർട്ട് ആണെച്ചാൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ്, സി ചാർട്ട് ആണെച്ചാൽ നമ്പർ ഓഫ് ഡിഫക്ട്സ്. അതിൻ്റെ എണ്ണമാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് ടി ആയിട്ട് ഉപയോഗിക്കുന്നത്. ദിസ് സ്റ്റാറ്റിസ്റ്റിക് ടി മേ ബി സാമ്പിൾ മീൻ എക്സ് ബാർ, സാമ്പിൾ റേഞ്ച് ആർ, നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ഇൻ ദ സാമ്പിൾ എക്സെട്ര. A control chart is drawn taking sample numbers along the x-axis. X-axis sample number and the statistic t along the y-axis. അങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസിൽ സാമ്പിൾ നമ്പറും, എക്സ് ബാർ ചാർട്ട് ആണെച്ചാൽ എക്സ് ബാർ വൈ ആക്സിസിൽ, ആർ ചാർട്ട് ആണെച്ചാൽ ആറ് വൈ ആക്സിസിൽ, അങ്ങനെയുള്ള നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് ആണ് വൈ ആക്സിസിൽ എടുക്കുന്നത്. 3 horizontal lines are drawn in the control chart corresponding to the calculated values, the central line, the lower control limit and the upper control limit. അപ്പം നമ്മൾ സെൻട്രൽ ലൈൻ വരയ്ക്കും. ഇപ്പോൾ എക്സ് ബാർ ആണെച്ചാൽ എക്സ് ഡബിൾ ബാർ ആയിരിക്കും എൻ്റെ സെൻട്രൽ ലൈൻ. അതിന് 3 സിഗ്മ ലിമിറ്റുകൾ ആഡ് ചെയ്തിട്ടും മൈനസ് ചെയ്തിട്ടും ലോവർ കൺട്രോൾ ലിമിറ്റും അപ്പർ കൺട്രോൾ ലിമിറ്റും വരയ്ക്കും. Then each value of the statistic t is plotted against the corresponding sample number. The process is said to be under statistical control if all the plotted points lies within two controlled LCL and UCL. If any one of the plotted points lies outside the control limits, then the process is said to be out of control. അപ്പോൾ നമ്മൾ പോയിന്റുകൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും പോയിന്റുകൾ നമ്മൾ LCLൻ്റെയും UCLൻ്റെയും പുറത്ത് പോയി കിടക്കുകയാണെങ്കിൽ പ്രോസസ് ഇസ് ഔട്ട് ഓഫ് കൺട്രോൾ. എല്ലാ പോയിന്റുകളും LCLൻ്റെയും UCLൻ്റെയും ഉള്ളിലാണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാം ദ പ്രോസസ് ഇസ് അണ്ടർ കൺട്രോൾ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സി ചാർട്ട്. എന്താണ് സി ചാർട്ട് എന്ന് നോക്കാം. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സ് ഇസ് ദ സി ചാർട്ട്. It is designed to control the number of defects per unit. There are many situations in industry where the data are obtained by counting and are of discrete type. അപ്പോൾ ഇവിടെ സി ചാർട്ടിൽ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ഡിഫക്ട്സ് ആണ്. അപ്പം ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റത്തിൽ വരുന്ന കേടുകളാണ് അല്ലേ. ഇപ്പോൾ ഒരു പേപ്പറിൽ വരുന്ന ബ്ലെമിഷസ് ആവാം, ഒരു കാറിൽ വരുന്ന പിന്നെ അതിൽ വരുന്ന എന്തെങ്കിലും കുഴപ്പങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു റോൾ ഓഫ് പേപ്പറിൽ വരുന്ന എന്തെങ്കിലും കേടുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താ പറയുക ഡിഫക്ട്സ് എന്ന് പറയും. അങ്ങനെ ഡിഫക്ട്സ് ഉള്ള ഒരു ഐറ്റത്തിന് നമ്മൾ ഡിഫക്റ്റീവ് ഐറ്റംസ് എന്ന് പറയും. സി ചാർട്ടിൽ നമ്മൾ ഡിഫക്റ്റുകളുടെ എണ്ണമാണ് ഉപയോഗിക്കുന്നത്. For example, the number of ideal machines, the number of defects in castings, number of air bubbles in glasses, etc. അതൊക്കെ നമ്മളുടെ സി ചാർട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫക്റ്റുകളുടെ എണ്ണമാണ്. The theoretical basis for C chart is derived from the Poisson distribution. അപ്പോൾ Poisson distribution ആണ് ഇതിൻ്റെ ബേസിസ്. അപ്പോൾ procedure for construction of C chart. Let C denote the number of defects counted in 1 unit of cloth of paper or any material. Find the mean. C bar is equal to C1 plus C2 plus etc. Cn by n, where C1 plus C1, C2 etc. Cn are the defects counted in several such units. ഇപ്പോൾ നമ്മുടെ അടുത്ത് n യൂണിറ്റ്സ് ഓഫ് ഐറ്റംസ് ആണുള്ളതെങ്കിൽ C1 പറഞ്ഞു തരുന്നത് ഫസ്റ്റ് യൂണിറ്റിലുള്ള ഡിഫക്റ്റുകളുടെ എണ്ണമാണ്. C2 പറഞ്ഞു തരുന്നത് സെക്കൻഡ് യൂണിറ്റിലുള്ള ഡിഫക്റ്റുകളുടെ എണ്ണം. ആൻഡ് Cn പറഞ്ഞു തരുന്നത് nth യൂണിറ്റിലുള്ള ഡിഫക്റ്റുകളുടെ എണ്ണം. ആ ഡിഫക്റ്റുകളുടെ n ഐറ്റംസിലുള്ള ഡിഫക്റ്റുകളുടെ എണ്ണങ്ങളുടെ ആവറേജ് C ബാർ നമ്മൾ കണ്ടുപിടിക്കുന്നു.
the expected standard or central line is C bar. അപ്പോൾ നമ്മൾ സെൻട്രൽ ലൈനായിട്ട് നമ്മൾ സി ബാറിനെ എടുക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിഫെക്ട്സുകൾ സി ചാർട്ടിൻ്റെ ബേസിസ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനാണ്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും വേരിയൻസും തുല്യമാണ്. അപ്പം മീൻ ലാംഡ നമ്മൾ സി ബാർ ആയിട്ട് എടുക്കുന്നു. അപ്പം വേരിയൻസ് സിഗ്മ സ്ക്വയറും സി ബാർ ആയിരിക്കും. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് റൂട്ട് ഓഫ് സി ബാർ. അപ്പോൾ in a Poisson distribution, variance is equal to mean, that is lambda is equal to C bar or sigma is equal to root of C bar. Based on this, 3 sigma limits for upper and lower control limits are obtained. അപ്പം UCL is equal to, ഇവിടെ UCL എന്ന് പറയുന്നത് C bar plus 3 sigma, that is C bar plus 3 into root of C bar. അപ്പം ഇതാണ് സി പ്ലസ് 3 ടൈംസ് സിഗ്മയാണ്. സിഗ്മ ഈസ് റൂട്ട് ഓഫ് സി ബാർ. സി ബാർ പ്ലസ് 3 റൂട്ട് സി ബാർ ആണ് ഇതിൻ്റെ അപ്പർ കൺട്രോൾ ലിമിറ്റ്. അതുമാതിരി ലോവർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സി ബാർ പ്ലസ് 3 സിഗ്മയാണ്. ദറ്റ് ഈസ് സി ബാർ പ്ലസ് 3 ടൈംസ് റൂട്ട് ഓഫ് സി ബാർ. ഇതാണ് സി ബാർ ചാർട്ടിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും.